ഹായ്, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. കുറച്ചു പേർക്ക് നേരത്തെ കിട്ടിയതാണ്, എങ്കിലും കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ 1-2 ക്ലാസ്സുകൾ ഞാൻ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ്, അതിന്റെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, കുഞ്ഞു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ ഞാൻ ഇടുന്നത്. അതിനുശേഷം ഞാൻ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ട്രിക്കുകളും എളുപ്പവഴികൾ എങ്ങനെ വേഗത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഏറ്റവും കുട്ടികൾക്കൊക്കെ പാടുള്ളത്. അത് എളുപ്പവഴി അറിയാത്തതുകൊണ്ടാണ്. എളുപ്പവഴി അറിഞ്ഞാൽ ഇതൊക്കെ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ എല്ലാം എളുപ്പവഴികളും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയും. ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ ഞാൻ കിട്ടാത്തവർക്ക് വേണ്ടി കുറച്ച് സിമ്പിൾ ടോപ്പിക്കുകളായിരിക്കും പറയുന്നത്, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എല്ലാവർക്കും കൂടെ കിട്ടി വരാനായിട്ട്. അതിനുശേഷം എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എളുപ്പവഴികളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. എന്താണ് ഈ ലാഭവും നഷ്ടവും? നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയേക്കാൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നമുക്ക് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലാഭമായിരിക്കും. അത്രയും കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ബിസിനസ് കൊണ്ട് നമുക്ക് എന്തായിരിക്കും, ലോസ് ആയിരിക്കും അല്ലെങ്കിൽ നഷ്ടമായിരിക്കും. ഈ ഒരു കാര്യമാണ്, ഈ ഒരു സിമ്പിൾ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. പക്ഷെ അത്ര സിമ്പിൾ അല്ല. അതിനകത്ത് ഏതൊക്കെ ടൈം വന്നാൽ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, എങ്ങനെയൊക്കെ ലാഭം കണ്ടുപിടിക്കാം, എങ്ങനെയൊക്കെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, പ്രോഫിറ്റ് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ടൈംസ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ടാണ്, പുതിയ ടൈംസ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് മെയിൻ ആയിട്ടും സി പി മീൻസ് കോസ്റ്റ് പ്രൈസ്. സി പി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. അതായത് ഏതെങ്കിലും ഞാനിപ്പോ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന കട നടത്തും, അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു മെഷീനറിയാണ് ഞാൻ നടത്തുന്നത്. അപ്പൊ ഓരോ സോപ്പിനും വേണ്ടി അല്ലെങ്കിൽ ആ മൊത്തം സോപ്പിന് വേണ്ടി നമുക്ക് എത്ര രൂപ ചെലവാകുന്നു നോക്കുന്നു. ആ ചെലവാകുന്ന എന്റെ പൈസ, ആ ഒരു ബിസിനസിന് വേണ്ടി എനിക്ക് പുറത്തേക്ക്, എന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൈസ, അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചേക്കുക, ഇനി നമ്മുടെ ഈ ടോപ്പിക്കിൽ നമ്മൾ എവിടെയെങ്കിലും CP എന്നൊരു ടൈം കണ്ടാൽ അതിന്റെ അർത്ഥം നമ്മൾ എന്തായിട്ട് മനസ്സിലാക്കണം, കോസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലാക്കണം. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്, എന്റെ കയ്യിൽ നിന്നും പുറത്തേക്ക് പോയ പൈസ അല്ലെങ്കിൽ എനിക്ക് ചെലവായ പൈസ. ആ ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയേക്കണം. എന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താ, എന്റെ കയ്യിൽ നിന്നും കുറച്ച് പൈസ പുറത്തേക്ക് പോയിട്ടുണ്ട്. എങ്ങനെ പോയിട്ടുണ്ട്, എനിക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ മേടിക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ പുറത്തേക്ക് കൊടുത്തിട്ട്, വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഞാൻ ആ സാധനം മേടിച്ചു എന്റെ ബിസിനസിന് വേണ്ടി. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയ, നഷ്ടപ്പെട്ടെന്നല്ല, എന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയ പൈസയാണ് എന്ത്, എന്റെ കോസ്റ്റ് പ്രൈസ്. എങ്കിൽ അടുത്ത ടൈം SP, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലിംഗ് പ്രൈസ്. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരരുത്. ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം വിൽക്കുമ്പോൾ, സെല്ല് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൈസാണ്. അല്ല, സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്റെ ഞാൻ സെല്ല് ചെയ്ത് പോകുന്ന പ്രൈസ് എന്നല്ല. ഞാനൊരു സാധനം വിൽക്കുമ്പോൾ, ഈ സോപ്പ് തന്നെ ഞാൻ വിറ്റു, എന്റെ കയ്യിൽ എത്രയോ കട്ട സോപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ആ സോപ്പ് വിറ്റു. ഒരാൾക്ക് ഞാൻ വിൽക്കുമ്പോൾ അയാൾ എനിക്ക് പൈസ തരണമല്ലോ. അങ്ങനെ ഞാനൊരു സാധനം ഒരാൾക്ക് വിൽക്കുമ്പോൾ, സെല്ല് ചെയ്യുമ്പോൾ അയാൾ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരുന്ന പ്രൈസ് ആണെന്ത്, എന്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഈ ഒരു ടൈമും ഓർത്ത് വെച്ചേക്കുക, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നമുക്ക് പറയാം, എന്റെ ഒരു ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ആകണമെങ്കിൽ, ലാഭമാകണമെങ്കിൽ ഈ 2 ടൈമിൽ ഏത് ടൈം വലുതായിരിക്കണം, എനിക്ക് സെല്ല് ചെയ്ത പ്രൈസ് കൂടുതലായിരിക്കണോ അതോ കോസ്റ്റ് ചെയ്ത പ്രൈസ് കൂടുതലായിരിക്കണോ? എന്റെ കോസ്റ്റ് പ്രൈസ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ അധികമാകേണ്ടത്? എനിക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും എന്റെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, കോസ്റ്റ് പ്രൈസിനേക്കാൾ വലുതാകേണ്ടത്. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. എന്നുവെച്ചാൽ എന്തായിരുന്നു, ഞാൻ 100 രൂപ കൊടുത്ത് ഒരു സോപ്പ് മേടിച്ചു, എന്നിട്ട് ഞാനത് 120 രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഞാനത് മറിച്ച് വിറ്റപ്പോൾ എനിക്ക് 120 രൂപ കിട്ടി. സ്വാഭാവികമായിട്ട് എന്റെ സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിൽ മാത്രമല്ല എനിക്ക് അതെന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇനി ലോസ് ആണെങ്കിലോ, ഇതേ സോപ്പ് ഞാൻ 100 രൂപയ്ക്കായിരുന്നു മേടിച്ചിരുന്നത്, ഞാൻ 100 രൂപയ്ക്കാണ് ആ സോപ്പ് മേടിച്ചിരുന്നത്. പക്ഷേ എന്റെ കടയിൽ ഇങ്ങനെ വെച്ചേക്കായിരുന്നു. പക്ഷെ അത് എലി കരണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം പറ്റി ചെയ്തിട്ട് സോപ്പ് കൂട്ടിയ സൈഡൊക്കെ ഇത്തിരി എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു, നശിച്ചുപോയി. അപ്പൊ എനിക്ക് അതിന്റെ MRP 120 വിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും വിറ്റ് പോകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് 80 രൂപയ്ക്ക് വിറ്റു. അതിന്റെ സെല്ലിംഗ് പ്രൈസ് ഇപ്പൊ ഞാൻ എത്ര രൂപയാക്കി, 80 രൂപ. കാരണം എങ്ങനെയെങ്കിലും ഞാനത് വിറ്റ് പോകട്ടെ, ആ സാധനം എനിക്ക് അവിടെ ഇരുന്ന ഇരിപ്പായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് 80 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ 80 രൂപയ്ക്ക് വിറ്റപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എന്റെ കോസ്റ്റ് പ്രൈസ് ആണോ സെല്ലിംഗ് പ്രൈസ് ആണോ വലുത്? ഇവിടുത്തെ എന്റെ കോസ്റ്റ് പ്രൈസ് ആണ് വലുത്. എന്റെ CP ആണ് വലുതെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഈ ട്രാൻസാക്ഷൻ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. കാരണം എന്താ, ഞാൻ 100 രൂപ ചെലവാക്കി, ഞാൻ 100 രൂപ ആൾറെഡി ചെലവാക്കി, എന്റെ പുറത്തേക്ക് പോയി. പക്ഷെ എനിക്ക് എത്ര രൂപയെ കിട്ടിയുള്ളൂ, 80 രൂപ എനിക്ക് തിരിച്ചു വന്നുള്ളൂ.
കാരണം അത് ഇച്ചിരി ഡാമേജ് വന്നു, അതുകൊണ്ട് ഞാൻ വിറ്റപ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടുള്ളൂ? 80 രൂപ കിട്ടുള്ളൂ. ഇങ്ങനെ 80 രൂപ കിട്ടിയപ്പോൾ എനിക്ക് ഇവിടെ എത്ര ലോസ് സംഭവിച്ചു? 20 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ നിന്ന് 20 രൂപ ഡാമേജ് പുറത്തേക്ക് പോയി കാണും. കാരണം ഞാൻ 100 രൂപ ചെലവാക്കി, എന്നിട്ട് ഞാൻ സാധനം മേടിച്ചു, അത് ഞാൻ വിറ്റപ്പോൾ എനിക്ക് എത്ര കിട്ടുള്ളൂ? 80 രൂപ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് എഫക്റ്റീവ്ലി ആ ഒരു ട്രാൻസാക്ഷനിൽ എനിക്ക് 20 രൂപയുടെ നഷ്ടമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്, ലോസിൽ പറയുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലോ, ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, ഞാൻ 120 രൂപ MRP ഇട്ട് അതിനകത്ത് വിറ്റു. സ്വാഭാവികമായിട്ട് ഇവിടെ എനിക്ക് 20 രൂപ കിട്ടി, എക്സ്ട്രാ കിട്ടി. ഞാൻ 100 രൂപ ചെലവാക്കി ഒരു സാധനം മേടിച്ചു, ഞാൻ 120 വിറ്റു. അപ്പൊ എനിക്ക് എത്ര രൂപ കിട്ടി? 20 രൂപ അധികം കിട്ടി. ആ 20 ആണ് എന്റെ എന്ത്? പ്രോഫിറ്റ്. എനിക്ക് ഇവിടെ എത്ര കിട്ടി? 20 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. ഈ കേസിലാണെങ്കിലോ 20 റുപ്പീസ് ലോസ് ആയി. അപ്പൊ ഈ ഒരു ടേം ഒക്കെ നമ്മൾ ഓർത്ത് വെച്ചേക്കാം. എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, എപ്പോഴാണ് ലോസ് കിട്ടുന്നത്? എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? എന്റെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. എന്റെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു നോട്ടൊന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക. കാരണം ഈ ഒരു ബേസിക് ടേംസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ് പ്രോഫിറ്റ് പെർസെന്റേജ് എന്നും എന്താണ് ലോസ് പെർസെന്റേജ് നോക്കാം. എന്താണ് ഈ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ? പ്രോഫിറ്റ് പെർസെന്റേജ് നമ്മൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ആരിലായിരിക്കും പറയുന്നത്? അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഞാൻ നേരത്തെ പോലെ തന്നെ ഞാൻ 100 രൂപ മുടക്കി ഒരു സാധനം മേടിച്ചു. ഞാൻ 100 രൂപ മുടക്കി ഒരു സാധനം മേടിച്ചു. എന്നിട്ട് എനിക്ക് മറിച്ച് വിൽക്കണം. ഞാൻ ആ സാധനം എന്റെ കടയിലേക്ക് കൊണ്ട് 100 രൂപ കൊടുത്ത് ഞാൻ സോപ്പ് മേടിച്ചു. എനിക്കത് മറിച്ച് വിൽക്കണം. എത്ര രൂപയ്ക്ക് മറിച്ച് വിൽക്കണം? ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിന്റെ ഒരു 30% ലാഭം കിട്ടണം, 30% എനിക്ക് ലാഭം കിട്ടണം. എങ്കിൽ മാത്രമേ എനിക്ക് ശരിയാവുള്ളൂ, എന്റെ ബിസിനസ് കറക്റ്റ് ആവുള്ളൂ. ഒരു 30% ലാഭത്തിൽ ഈ സാധനം വിൽക്കണമെങ്കിൽ 100ന്റെ 30% എത്രയാണെന്ന് നോക്കും. 100ന്റെ 30% എത്ര രൂപ? 30 രൂപയാണ്. എങ്കിൽ 30 രൂപ അധികം, 100നേക്കാൾ 30 രൂപ അധികത്തിൽ ഞാൻ സാധനം വിൽക്കുന്നു. ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? അത് 130 രൂപയ്ക്ക് ഞാൻ വിൽക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? 100ന്റെ 30% പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വേഗത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരിലാണ് പറയുന്നത്? എന്റെ കോസ്റ്റ് പ്രൈസിലാണ് ഞാൻ പ്രോഫിറ്റ് പെർസെന്റേജ് പറയുന്നത്. എന്റെ കോസ്റ്റ് പ്രൈസിലാണ് ഞാൻ എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് പറയുന്നത്. എത്രയാണ് എന്റെ കോസ്റ്റ് പ്രൈസ്, അതിന്റെ എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടുന്നു, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ആയാലും ലോസ് പെർസെന്റേജ് ആയാലും നമ്മൾ എവിടെയാ പറയണ്ടേ? നമ്മൾ കോസ്റ്റ് പ്രൈസിലാണ് പറയേണ്ടത്. ആ ഒരു ബേസിക് കാര്യം ഓർത്ത് വെച്ചേക്കുക. എന്റെ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് കിട്ടുന്നു, എന്റെ കോസ്റ്റ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ലോസ് ആയി പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പറയുന്നത്? എന്റെ കോസ്റ്റ് പ്രൈസ് മേല പറയണം. അപ്പൊ ആ ഒരു ടൈം ഓർത്ത് വെച്ചേക്കുക. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ഇക്വേഷൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയേണ്ടത്? പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആയിരിക്കും പ്രോഫിറ്റ് പെർസെന്റ്. ഈ ഒരു ടൈം ഓർത്ത് വെച്ചേക്കാം. എനിക്കിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് കണക്കാക്കണം. എനിക്ക് 20 രൂപ പ്രോഫിറ്റ് കിട്ടി. 20 രൂപയാണ് എന്റെ പ്രോഫിറ്റ്. എന്റെ പ്രോഫിറ്റ് 20 രൂപയാണ്. എന്റെ കോസ്റ്റ് പ്രൈസ് 200 രൂപയാണ്. ഞാൻ 200 രൂപയുടെ ഒരു സാധനം 20 രൂപയ്ക്ക് വിറ്റു. സ്വാഭാവികമായിട്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് ആണ്. ഈ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഞാൻ 200 രൂപയുടെ സാധനം ഞാൻ എത്ര രൂപയ്ക്ക് വിറ്റു, എത്ര രൂപയ്ക്കായിരിക്കും ഞാൻ സ്വാഭാവികമായിട്ടും വിൽക്കുന്നത്? എന്റെ സെല്ലിംഗ് പ്രൈസ് 200 രൂപ സാധനം 20 രൂപ ലാഭത്തിന് 220 രൂപയ്ക്കായിരിക്കും ഞാൻ വിൽക്കുന്നത്. അങ്ങനെ നിൽക്കട്ടെ. 200 രൂപയുടെ സാധനം 20 രൂപ ലാഭത്തിന് 220 രൂപയ്ക്ക് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണെന്നാ ചോദ്യം. എങ്ങനെ കിട്ടും എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ്? എന്റെ ഇക്വേഷൻ ഇതാണ്. പ്രോഫിറ്റ് എത്രയാണ് അത് ബൈ CP. CP എത്രയാ? 200 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. ഈ 20/200 20 പോയി, ബാക്കി ഒരു 100ന്റെ 0യും ഇവിടുത്തെ ഒരു 0യും പോയി. എത്ര പെർസെന്റേജ് കിട്ടും? ബാക്കി ഇവിടെ 10 ഉണ്ട്. 10% എന്റെ പ്രോഫിറ്റ്. അതായത് എന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് കണക്കാക്കുന്നത് എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് അപ്പോൺ CP. എത്രയാണോ CP അതിൽ എത്ര രൂപ പ്രോഫിറ്റ്, അത് മാത്രം നോക്കിയത്. ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിക്കുക. നിങ്ങളെല്ലാം ഈ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഈ ഇക്വേഷൻ പഠിക്കുക. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് കണക്കാക്കുന്നത് എപ്പോഴാണ്? എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കുക, അത് CPയിൽ പറയുക. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് പെർസെന്റേജ് കിട്ടും. ഇവിടെ 200 രൂപയുടെ 10% എനിക്ക് എന്ത് കിട്ടിയേക്കുന്നത്? പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. നോക്കി, 200ന്റെ 10% എത്രയാ? 20 രൂപയല്ലേ? ആ 20 അല്ലേ എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പെർസെന്റേജ് ആണ് കണക്കാക്കേണ്ടതെങ്കിൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ചെയ്താൽ മതി. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ എവിടെയും പറയേണ്ടത്, ലോസ് പെർസെന്റേജിലും പറയേണ്ടത്. സെയിം കാര്യം എന്തായിരിക്കും അവിടെ പറയേണ്ടത്? പ്രോഫിറ്റിന് വരാൻ ലോസ് പറഞ്ഞാൽ മതി. ഇനി ലോസ് പെർസെന്റേജ് ആണെങ്കിലും ലോസ് പെർസെന്റേജ് എന്തായിരിക്കും ഇക്വേഷൻ വരിക? ലോസ് ബൈ CP ഇൻറ്റു 100. അതായത് ഞാൻ CP 500 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു, 50 രൂപ എനിക്ക് എന്തായി പോയി? ലോസ് ആയി പോയി. സ്വാഭാവികമായിട്ട് എന്റെ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ലോസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ലോസ് പെർസെന്റേജ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100. അവിടെ എത്ര തന്നെ കിട്ടും? 10% ആയിരിക്കും എന്ത്? ലോസ് പെർസെന്റേജ്. അതായത് 500ന്റെ 10% എന്ത്? 50 രൂപ. അതാണ് എനിക്ക് എന്തായി പോയത്? നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും? ലോസ് ബൈ CP ഇൻറ്റു 100 ആയിരിക്കും എന്ത്? എന്റെ ലോസ് പെർസെന്റേജ്. ഇനി അടുത്ത് നോക്കാം അടുത്ത ടൈം എന്താണെന്ന്. അടുത്ത ടൈം എന്തായിരുന്നു? ഡിസ്കൗണ്ട് പെർസെന്റേജ്. ഈ
പ്രോഫിറ്റ് പെർസെന്റേജിന്റെയും ലോസ് പെർസെന്റേജിന്റെയും കാര്യം സംബന്ധിച്ചാൽ നമ്മൾ അത് രണ്ടും പറഞ്ഞ എന്തിലായിരുന്നു? കോസ്റ്റ് പ്രൈസിലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തേക്കുക, ഡിസ്കൗണ്ട് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഈ തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തുണ്ടാവും? ഡിസ്കൗണ്ട് ഓഫറൊക്കെ കാണും. ഡിസ്കൗണ്ട് പെർസെന്റേജ് 20% ഡിസ്കൗണ്ട്, 10% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ബോർഡുകൾ കാണും. അപ്പൊ അത് എവിടെയാണ് നമുക്ക് ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? എവിടെയായിരിക്കും നമ്മൾ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? നമ്മുടെ MRPയിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഈ ഒരു ടൈം മാത്രം ഓർത്തിരിക്കുക. എന്റെ പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും ആരല്ല പറയുന്നത്? എന്റെ കോസ്റ്റ് പ്രൈസിലും. എന്റെ ഡിസ്കൗണ്ട് പെർസെന്റേജ് പറയുന്നത് നമ്മൾ എവിടെയായിരിക്കും? MRPയിലും ആയിരിക്കും. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, MRP 1000 രൂപയുള്ള ഒരു തുണിക്കട, ഒരു തുണിക്കടയിൽ ഒരു ഷർട്ടിന്റെ വില എത്രയായിരുന്നു? 1000 രൂപയായിരുന്നു MRP ഇട്ടിരുന്നത്. പക്ഷെ അതിന് മുകളിൽ ഒരു പ്ലക്കാർഡ് വെച്ചിരുന്നു 20% ഓഫ്, 20% ഓഫ് അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 20% നിങ്ങൾ തരണ്ട, 20% ഫ്രീ ആണ്. ബാക്കി എത്ര ശതമാനം തന്നാൽ മതി? 80%. ഈ MRPയുടെ 80% മാത്രം തന്നാൽ മതി. എങ്കിൽ ഇതിന്റെ ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നതാണ് എത്ര? ഈ പറയുന്ന 20%. അപ്പൊ ആരുടെ 20% ആണ് തരേണ്ടത്, കുറയ്ക്കേണ്ടത്? ഈ MRPയുടെ 20%. ആ ഒരു എളുപ്പവഴി അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലങ്ങ് വിചാരിച്ചിരുന്നാൽ മതി. എത്രയാണ് MRP, അതിന്റെ 20% ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കുറയ്ക്കേണ്ടത്. ബാക്കി എത്ര പെർസെന്റേജ് കൊടുത്താൽ മതി? 80% കൊടുത്താൽ മതി. അതായത് MRP 1000 റുപ്പീന്റെ 20% നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. MRP 1000 20% എത്രയാ? 200 രൂപ. 200 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ഓഫർ, ഫ്രീ. 200 രൂപ നമ്മൾ കൊടുക്കണ്ട. ബാക്കി എത്ര കൊടുത്താൽ മതി? 1000 രൂപയുടെ സാധനത്തിന് ബാക്കി എത്രയാ? 800 രൂപ കൊടുത്താൽ മതിയാകും ആ ഷർട്ടിന്. നമ്മൾ 800 രൂപയുടെ ഷർട്ടാണെങ്കിൽ നമ്മളത് 20% ഓഫ് എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഡിസ്കൗണ്ട് 20% കഴിച്ച് ബാക്കി 80% ഓഫ് ദി MRP, 80% ഓഫ് ദി MRP എത്രയാ? 800 രൂപ. അത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു മെയിൻ ടേംസ് ഒക്കെ നമ്മൾ ഓർത്തിച്ചേക്കുക. ഡിസ്കൗണ്ട് പെർസെന്റേജ് എവിടെയായിരിക്കും പറയുന്നത്? MRPയിലായിരിക്കും പറയുന്നത്. പ്രോഫിറ്റ് പെർസെന്റേജ് എവിടെയായിരിക്കും പറയുന്നത്? കോസ്റ്റ് പ്രൈസിലായിരിക്കും പറയുന്നത്. ഇനി ലോസ് പെർസെന്റേജ് എവിടെയായിരിക്കും പറയുന്നത്? കോസ്റ്റ് പ്രൈസിലായിരിക്കും. പ്രോഫിറ്റും ലോസും കോസ്റ്റ് പ്രൈസിലും, ഡിസ്കൗണ്ട് നമ്മൾ എവിടെയാ പറയുന്നത്? MRPയിലും ആയിരിക്കും. ഈ ഒരു ടേം ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഡിസ്കൗണ്ട് എന്തിലായിരിക്കും പറയുന്നത്? MRPയിലായിരിക്കും പറയുന്നത്. ഇനി രണ്ട് ടേമും കൂടി ഉണ്ടല്ലോ. ഇനി ഇവിടെ എന്തായിരുന്നു? നമ്മൾ സാധാരണ നമ്മുടെ എക്സാമിന് ക്വസ്റ്റിനകത്ത് ഇത് എപ്പോഴും നമുക്ക് ഇതിന്റെ ഈ ഷോർട്ട് ഫോമുകളെ തരുള്ളൂ. അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇട്ടിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയും MP, LP, MRP എന്നൊക്കെ കാണും. എന്താണ് ഈ MP എന്ന് പറഞ്ഞാൽ? MP എന്ന് പറഞ്ഞാൽ മാർക്കഡ് പ്രൈസ് എന്നായിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നത്. ചില ക്വസ്റ്റിന് മാർക്കഡ് പ്രൈസ് എന്ന് പറയും, ചില ക്വസ്റ്റിന് മാർക്കപ്പ് പ്രൈസ് എന്ന് പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി എന്താണ് ഈ LP? LP എന്ന് വെച്ചാൽ ലിസ്റ്റ് പ്രൈസ്. ഇനി എന്താ MRP? MRP നമുക്കറിയാം, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, MRP. ഈ മൂന്ന് സാധനം ഉദ്ദേശിക്കുന്ന ഒരാളെ തന്നെയാണ്. അതായത് MRP തന്നെയാണ് ക്വസ്റ്റിനകത്ത് MP ആയിട്ടും LP ആയിട്ടും MRP ആയിട്ടും പല രീതി ചോദിക്കുന്നത്. MP എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് ക്വസ്റ്റ്യൻ തന്നാലും അത് എന്ത് തന്നെയാണ്? MRP, അതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ്, അത് തന്നെയാണ് ഈ മാർക്കറ്റ് പ്രൈസ്. അതിനകത്ത് ലേബൽ ചെയ്തേക്കുന്നതാണല്ലോ MRP. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാർക്കറ്റ് പ്രൈസ് വിളിക്കാം. ഈ മൂന്ന് ടേം തന്നാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുക. MRP ആണ് ആ വില. ആ MRPയിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്. ആ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തായിരിക്കും ഇത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കിട്ടുന്നത് നോക്കാം. സിമ്പിൾ ആയിട്ട്. അതിന് മുമ്പ് നമുക്കൊരു ഇക്വേഷൻസ് നോക്കാം. ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോഫിറ്റിലാണെങ്കിൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് കിട്ടുന്ന എപ്പോഴായിരിക്കും? എന്റെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ വലുതാകുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ടൈം കിട്ടുന്നത്? പ്രോഫിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോസ് ആണ് കണക്കാക്കുന്നതെങ്കിൽ, ലോസ് എന്ന് പറഞ്ഞാൽ അവിടെ ആരായിരിക്കും വലുത്? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും വലുത്. കോസ്റ്റ് പ്രൈസ് വലുതാകുകയും സെല്ലിംഗ് പ്രൈസ് ചെറുതാകുകയും ചെയ്യുന്ന കണ്ടീഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോസ് കിട്ടുന്നത്. വലുത് കോസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് കിട്ടും. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് കിട്ടും. അതുപോലെ നമ്മൾ 2-3 ഇക്വേഷൻസ് ഉണ്ട്, നിങ്ങൾ കാണാൻ പഠിക്കാൻ വേണ്ടി തരികയാണ്. ഇനി എവിടെയെങ്കിലും നമുക്ക് പ്രോഫിറ്റ് പെർസെന്റ് കണക്കാക്കാനുണ്ടെങ്കിൽ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പുതിയ കുട്ടികളൊക്കെ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കാണാൻ പഠിക്കണം. പ്രോഫിറ്റ് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പ്രോഫിറ്റ് ബൈ CP × 100 ആണ് എന്ത്? പ്രോഫിറ്റ് പെർസെന്റേജ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോസ് പെർസെന്റേജ് കണക്കാക്കുള്ള ഇക്വേഷൻ തരുന്നു. ലോസ് ബൈ CP × 100 ആണ് എന്ത്? ലോസ് പെർസെന്റേജ് ഇക്വേഷൻ. ഇനി എവിടെയെങ്കിലും ക്വസ്റ്റിനകത്ത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ
കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 into സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചേക്കുക. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജും സെല്ലിംഗ് പ്രൈസും തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർസെന്റേജും കോസ്റ്റ് പ്രൈസും തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണിത്? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണിത്. ഇത് നിങ്ങൾ തിരിച്ചു മറിച്ചിട്ട് പഠിച്ചാൽ മതി, എല്ലാം എളുപ്പമാണ്. കാരണം എന്താ? സി പി ഇസിക്കൽ 100 SP ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. ഇതിനകത്ത് ഈ എസ് പി ഇസിക്കൽ ടു ഈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് സി പി ബൈ 100. അതാണ് എന്ത്? 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് സി പി 100. ഈ ഒരു ടേം ആണ് എന്ത്? ഈ ഒരു തിരിച്ചു മറിച്ചു എസ് പി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഈ സി പി കാണാൻ സി പി ഇസിക്കൽ ടു 100 SP ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ്. സെയിം ഇക്വേഷൻ തന്നെയാണ്, നിങ്ങളത് പഠിച്ചാൽ മതി. ഇതേ കാര്യം പ്രോഫിറ്റ് ആണെങ്കിൽ 100-നേക്കാൾ കൂട്ടണം, 100-നേക്കാൾ കൂട്ടണം. ലോസ് ആണെങ്കിലോ 100-നേക്കാൾ ലോസ് പെർസെന്റേജ് കുറയ്ക്കണം, 100-നേക്കാൾ ലോസ് പെർസെന്റേജ് കുറയ്ക്കണം. സെയിം ഇക്വേഷൻ തന്നെയാണ് രണ്ടെടുത്ത്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേക്കുക. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടേംസ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേക്കുക. എന്തായിരുന്നു ലോസ് പെർസെന്റ് ഇക്വേഷൻ? സി പി സിയിൽ 100 SP ഡിവൈഡ് ബൈ 100 മൈനസ് ലോസ് പെർസെന്റേജ്. സെല്ലിംഗ് പ്രൈസ് ഇക്വേഷൻ എന്താ? സി പി ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെന്റേജ് ബൈ 100. ഈ 3-4 ഇക്വേഷൻ കാണാൻ പഠിച്ചേക്കുക. അടുത്ത ദിവസം നമുക്ക് എന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ശരിയെങ്കിൽ ബൈ.